السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദോഷങ്ങളും പോരായ്മകളും നമുക്ക് പുറത്തു മാപ്പാക്കി നൽകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അല്ലാഹു ആജിലായ ശിഫാഇനെ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ആദരണീയരായ ചെറിയ മുസ്താദ് ഇന്ന് ഹോസ്പിറ്റലിലാണ്. ചെറുതായിട്ടൊന്ന് വീണ് തലയിൽ ചെറിയൊരു സ്റ്റിച്ച് ഉണ്ട്. അള്ളാഹു എല്ലാ നിലക്കും ഷിഫാഇനെ പ്രദാനം ചെയ്യട്ടെ. ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ശാരീരിക അവശതകളിൽ നിന്നും അള്ളാഹു മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ രാത്രി നടക്കുന്ന ഹജ്ജ് യാത്രയപ്പിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നതാണ്. അള്ളാഹു എത്രയും പെട്ടെന്ന് രോഗമൊക്കെ ശിഫയായി നമ്മളോട് കൂടെ ചേരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് ആശ്വാസിൻ്റെ പിരിവ് നടക്കും. അപ്പോൾ എല്ലാവരും അതിന് നമ്മുടെ ഖുതുബക്ക് മുമ്പായിട്ട് നിങ്ങളുടെ മുമ്പിലൂടെ അതിനൊരു ബക്കറ്റ് വരും. അതിലേക്ക് നിങ്ങളുടെ ഹദിയകൾ നിക്ഷേപിക്കുകയാണ് ചെയ്യേണ്ടത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ആളുകൾ ഒരുങ്ങുകയും യാത്രയാവുകയും ചെയ്യുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജും ഈദുൽ അദ്ഹയുമൊക്കെ അവൻ്റെ ഈമാനിനെ കൂടുതൽ കരുത്തു പകരാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. വിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെയും മറ്റുള്ള ഇബാദത്തുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, മറ്റുള്ള കർമ്മങ്ങളിൽ നിന്നൊക്കെയും വ്യത്യസ്തമായ ഒരു തലം ഹജ്ജിനുണ്ട് എന്നതാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഓരോ ഇബാദത്തുകളുടെയും ലക്ഷ്യത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ഇബാദത്തിൻ്റെയും എന്താണ് അതുകൊണ്ട് താല്പര്യപ്പെടുന്നത്, അതിൻ്റെ പിറകിലുള്ള ഹിക്മത്തും സിറുകളും എന്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പല ഇടങ്ങളിലായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇബാദത്തുകളുടെ ഏറ്റവും വലിയ ലക്ഷ്യം, എല്ലാ ഇബാദത്തുകളുടെയും ഏറ്റവും വലിയ ലക്ഷ്യം, ആ ഇബാദത്ത് അനുഷ്ഠിക്കുന്ന അടിമയുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള അടിമത്വത്തിൻ്റെ ബോധം വർദ്ധിക്കുകയും നിലനിൽക്കുകയും ചെയ്യുക എന്നതാണ്. എല്ലാ ഇബാദത്തിൻ്റെയും ചുമതല അത് തന്നെയാണ്. ഒരു വിദ്യാലയത്തിലെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പരിശീലനങ്ങളും ഏതെങ്കിലും അർത്ഥത്തിലുള്ള പഠന പ്രവർത്തനങ്ങളുമൊക്കെ അധ്യാപകന്മാർ നൽകുകയാണെങ്കിൽ അതിൻ്റെ താല്പര്യം എന്താണ്? താനൊരു വിദ്യാർത്ഥിയാണ്, വിദ്യാർത്ഥിത്വത്തെ എങ്ങനെയാണ് ഗുണപരമായി ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിരിക്കും അത്. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് പഠന പ്രവർത്തനങ്ങൾ നൽകുന്നതും ഇതുപോലെ തന്നെയായിരിക്കും. അവർക്കുള്ള പ്രൊജക്റ്റുകളുടെ കൈമാറ്റമൊക്കെ നടക്കുന്ന ഈ ഒരു ലക്ഷ്യത്തിലായിരിക്കും. അവർക്ക് വിവിധ ട്രെയിനിങ്ങുകൾ നടക്കുന്നത് അവരുടെ ചുമതലയെക്കുറിച്ച്, ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനായിരിക്കും. സത്യവിശ്വാസികളുടെ ജീവിതത്തിൻ്റെ കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിൽ ഇടയ്ക്കിടെ അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ നമുക്ക് സമർപ്പിക്കണം എന്ന് പറയുന്നത്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അവനനുസരിച്ച് അവന് വിധേയപ്പെട്ടുകൊണ്ട് മാത്രം ജീവിക്കേണ്ടവനാണ് എന്ന ഉബൂദിയ്യത്തിൻ്റെ ബോധത്തെ, അടിമത്വത്തിൻ്റെ ബോധത്തെ നമ്മുടെ ഖൽബിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടിയാണ്. എല്ലാ ഇബാദത്തുകളുടെയും സാരം അതാണ്. നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സകാത്താവട്ടെ, എല്ലാം അങ്ങനെയാണ്. സക്കാത്തിൻ്റെ ധനം നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് ഈ ധനം എൻ്റേതല്ല എന്ന് തിരിച്ചറിവുണ്ടാകുന്നത്. ശരീരം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ശരീരത്തിന് ആവശ്യമായ അന്നവും പാനീയങ്ങളും ലഭിക്കേണ്ടവനല്ല ഞാൻ എന്ന തിരിച്ചറിവാണ് നോമ്പിലൂടെ ലഭിക്കുന്നത്. എൻ്റെ എല്ലാ തിരക്കുകൾക്കിടയിലും, എൻ്റെ എല്ലാ ഓട്ടപ്പാച്ചിലുകൾക്കിടയിലും എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കേണ്ടവനല്ല ഞാൻ. സമയത്ത് റബ്ബിൻ്റെ മുമ്പിൽ പോയി നിസ്കരിക്കേണ്ടവനാണെന്ന ബോധ്യത്തിലേക്ക് അവൻ ഓരോ നിസ്കാരവും കൊണ്ടെത്തിക്കുന്നുണ്ട്.
ഹജ്ജും അങ്ങനെയാണ്. എല്ലാ നിലക്കുമുള്ള ശാരീരികവും സാമ്പത്തികവും യാത്രാപരമായിട്ടുള്ള സൗകര്യങ്ങളും ഒക്കെ ഒത്തുകൂടിയ ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. ആ ഹജ്ജിന്റെ താല്പര്യത്തിൽ പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യം. എന്തിനാണ് ഹജ്ജ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അല്ലാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ അവന്റെ ഹൃദയത്തിൽ പതിയാൻ വേണ്ടിയാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ അവന്റെ ഹൃദയത്തിൽ പതിയുകയും അവനെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ അവന്റെ മനോമുഖരത്തിൽ ബോധ്യമായിട്ട് രൂപപ്പെടുകയും ചെയ്യാൻ വേണ്ടിയാണ്. മനുഷ്യന്റെ എല്ലാ പ്രതാപങ്ങളും മാറ്റിവെച്ച് കേവലം 2 വസ്ത്രത്തിന്റെ ഉള്ളിൽ മാത്രമായി എല്ലാവർക്കിടയിലും ഏകതയുടെ, എല്ലാവർക്കിടയിലും ഒരുമയുടെ, ഉച്ചനീചത്വങ്ങളില്ലാതെ ഒരുപോലെ തോളോടു തോൾ ചേർന്ന് എന്ന് നമ്മൾ പറയുന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന ഒരു കർമ്മമാണ് ഹജ്ജിലേക്ക് എത്തുമ്പോൾ എല്ലാവരിലും കാണുന്നത്. സുഖത്തിൽ സന്തോഷങ്ങളിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ്, എല്ലാ ആസ്വാദനങ്ങളിലും കഴിഞ്ഞിരുന്ന ആളുകളാണ്. തൻ്റെ കൂടെ ഓരോ മനുഷ്യന്റെയും സാമ്പത്തികവും സാമൂഹികവുമായ നിലവാരങ്ങൾ, സ്റ്റാറ്റസുകൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ മിനയിൽ എല്ലാവരും ഒത്തുകൂടുന്നു, അറഫയിൽ എല്ലാവരും ഒത്തുകൂടുന്നു, തവാഫിൽ ഹറമിൽ എല്ലാവരും ഒത്തുകൂടുന്നു. അവിടെ വിഭാഗീയതകളില്ല, അവിടെ വൈവിധ്യങ്ങളെല്ലാം ഏകമാനത്തോടുകൂടി ജനങ്ങൾ കാണുകയാണ്. തൊഴിലാളിയുടെ പിറകിൽ മുതലാളി നിൽക്കുന്നു, തൊഴിലാളിയോട് ചേർന്ന് മുതലാളി നിൽക്കുന്നു. അധികാരി ആരാണ്, രാജാവാരാണ്, പ്രൗഢിയുള്ളത് ആർക്കാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ എല്ലാവരും ഒരുപോലെ, എല്ലാവരും അബ്ദ്, അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ഒരൊറ്റ പോയിന്റിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു നിമിഷമാണ് ഹജ്ജ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, നബിയെ, ഒരു മനുഷ്യന് ഹജ്ജ് ചെയ്താൽ ജിഹാദല്ല ഏറ്റവും വലിയ പ്രതിഫലമുള്ളത് എന്ന ചോദ്യത്തിന് ഒരിക്കൽ നബി തങ്ങൾ പറയുന്ന മറുപടി, നിങ്ങൾക്കൊരു പക്ഷേ ജിഹാദിനേക്കാൾ പ്രതിഫലമുള്ളത് മബ്റൂറായ ഹജ്ജിനു വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ അവന്റെ ഇസ്ലാമിന് മുമ്പുള്ള ദുഷ്കർമ്മങ്ങളൊക്കെയും പൊറുക്കപ്പെടും. ഒരാൾ ഹിജറ വന്നാൽ ഹിജറക്ക് മുമ്പുള്ള പാപങ്ങളൊക്കെയും അവന് പൊറുക്കപ്പെടും. ഒരാൾ ഹജ്ജ് ചെയ്താൽ ആ ഹജ്ജിന് മുമ്പുള്ള പാപങ്ങളൊക്കെയും അവൻ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നബി തങ്ങൾ മറ്റൊരിടത്ത് പറയുന്നത് കാണാം, ഒരാൾ ഹജ്ജ് ചെയ്യുകയും ആ ഹജ്ജിന്റെ ഏറ്റവും വലിയ ഹജ്ജിനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് വലം യർഫുസ് വലം യഫ്സുഖ്, അവൻ അള്ളാഹുവിനോട് ധിക്കാരം ചെയ്തിട്ടില്ല, ജനങ്ങളോട് അരുതാത്തതൊന്നും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആ ഹജ്ജിന്റെ കാലയളവിൽ ഉബൂദിയ്യത്തിന്റെ ബോധ്യത്തോടുകൂടി, അടിമത്വത്തിന്റെ ബോധ്യത്തോടുകൂടി സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും ചെയ്തവനാണെങ്കിൽ അവനവന്റെ കുടുംബത്തിലേക്ക് മടങ്ങുന്നത് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ, ഒരു നവജാത ശിശുവിനെ പോലെ എല്ലാ തിന്മകളിൽ നിന്നും മുക്തമായി കൊണ്ടാണ് അവൻ അവന്റെ കുടുംബത്തിലേക്ക് മടങ്ങുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് ഹജ്ജ് കഴിയുമ്പോഴേക്ക് ഒരു മനുഷ്യന് അവന്റെ ഉമ്മയുടെ ഉദരത്തിൽ നിന്നും ഇന്ന് വന്ന നവജാത ശിശുവിനെ പോലെ സംശുദ്ധവാനും പരിശുദ്ധവാനുമാകുന്നത് എന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്, ഒരു മനുഷ്യൻ ഈ നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് അബ്ദായി അടിമത്വത്തിന്റെ ബോധ്യത്തിൽ ഒരു മനുഷ്യന് ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞാൽ ആ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുന്നതോടുകൂടി അവന്റെ ഉള്ളിൽ ഉബൂദിയ്യത്ത് വർദ്ധിക്കും, അവന്റെ ഈമാൻ വർദ്ധിക്കും, അവന്റെ യഖീൻ വർദ്ധിക്കും. ആ യഖീൻ വർദ്ധിക്കുന്നതോടെ അവൻ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവന്റെ ഖിബലയെ നേരിട്ട് കാണുന്ന ദിവസമാണ്. വിശുദ്ധമായ കഅബയെ അവന്റെ കണ്ണുകൊണ്ട് കണ്ട ദിവസമാണ്. എല്ലാം മറന്ന്, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും മറന്ന് 2 വസ്ത്രത്തിൽ മാത്രമായി ലബ്ബൈക്ക് ലബ്ബൈക്ക് എന്ന് പറഞ്ഞ്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് ഞാനിതാ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ കഅബ ഷരീഫിനെ തവാഫ് ചെയ്യുന്ന, സഫാ മറവുകൾക്കിടയിൽ സഅയ് നടത്തുന്ന, മിനയിൽ രാപ്പാർക്കുന്ന, മുസ്ദലിഫയിലൂടെ യാത്ര ചെയ്യുന്ന, ജംറകളിൽ കല്ലെറിയുന്ന, അള്ളാഹുവിന്റെ തീരുമാനത്തിനപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല എന്ന് എല്ലാം സമർപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു സമർപ്പിത ജീവിതമായിട്ട് മാറും. ഇത് ശരീരം കൊണ്ട് ചെയ്യേണ്ട അമലല്ല, ശരീരം കൊണ്ട് മാത്രം ചെയ്യേണ്ട അമലല്ല. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ അസ്റാറുൽ ഹജ്ജ് എന്നൊരു അധ്യായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹജ്ജ് ജംറയിലേക്ക് എറിയുക എന്നത് ശരീരത്തിന്റെ ഒരു കർമ്മം മാത്രമാണ്.
മിനയിൽ രാപ്പാർക്കുക എന്നത് ശരീരത്തിന്റെ ഒരു കർമ്മം മാത്രമാണ്. തവാഫ് ഇങ്ങനെ ചെയ്യുക എന്നത് ജോഗിങ് നടത്തുന്ന ആളുകൾക്ക് ഒരു പക്ഷെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലെന്ന് വരാം. സഅയിലൂടെ ഇന്ന് നല്ല സൗകര്യമാണ്, നല്ല AC സൗകര്യങ്ങളുള്ള വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക എന്നത് ശാരീരികമായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ആ ശാരീരിക പ്രവർത്തനത്തിൽ മാത്രമായി ഇത് പരിമിതപ്പെടരുത്. ഇത് ആത്മാവ് കൊണ്ട് ചെയ്യേണ്ട കർമ്മമാണ്, ഇത് ഹൃദയം കൊണ്ട് ചെയ്യേണ്ട കർമ്മമാണ്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇലാഹിൽ രേഖപ്പെടുത്തിയത് കാണാം. മഹാന്മാർ പറയുന്നുണ്ട്, കഅബ ഷരീഫിനെ മസ്ജിദുൽ ഹറാമിലേക്ക് നമ്മൾ ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ ഒന്നാമത്തെ വാതിലിലൂടെ ഇങ്ങനെ കടന്ന് കഅബയെ ദൂരെ നിന്ന് കാണുന്ന ഒരു രംഗമുണ്ട്. ഹൃദയം കോരിത്തരിക്കണം, രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. ആ കഅബയിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഇത്രയും കാലം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഖിബലയായി കണ്ടിരുന്ന കഅബയുടെ പരിസരത്ത് എത്തി എന്നതിൽ അറിയാതെ മനം വിങ്ങണം, കണ്ണീര് പൊടിയണം. ഹറമിനോട് വിട പറയുന്ന നിമിഷങ്ങൾ, മദീനയോട് വിട പറയുന്ന നിമിഷങ്ങൾ, ആ നിമിഷങ്ങളിൽ ഹൃദയം പതറാതെ, കണ്ടമിടറാതെ, കണ്ണുനീരൊഴുകാതെ ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്രയാകാൻ കഴിയില്ല. അങ്ങനത്തെ ദിവസങ്ങളാണ് ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടത്. ഹജ്ജിന് പോയ ആളുകൾക്കറിയാം, ഹാജിമാർ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന അടുത്ത വർഷം വരുമ്പോഴേക്ക് അവരുടെ മനസ്സിനൊരു നീറ്റലാണ്. ഈ വർഷം അവിടെ കഴിഞ്ഞ വർഷത്തെ പോലെ അവിടെ എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു നീറ്റലാണ്. പലരും ഹജ്ജ് നടക്കുന്ന വേളകളിൽ ഇന്ന് നമുക്ക് ലൈവായിട്ട് അതിൻ്റെ വീഡിയോകളൊക്കെ കാണുമ്പോൾ കരഞ്ഞ് നോക്കി നിൽക്കുന്ന ഹാജിമാരെ നമുക്ക് കാണാൻ കഴിയും, ഉമ്മമാരെ കാണാൻ കഴിയും. അത് വല്ലാത്തൊരു നിമിഷമാണ്, ഭക്തിസാന്ദ്രമായ നിമിഷമാണ്. ഹജ്ജിൻ്റെ അമലുകളും സിയാറയും മദീനയും ഒക്കെ ആർക്കാണ് അതിനെ മാറ്റിവെക്കാൻ കഴിയുക? നമ്മുടെ ശരീരം കൊണ്ട് മാത്രം ചെയ്യേണ്ട ഒരു കർമ്മമായി. ഇപ്പോൾ ഹജ്ജിന് പോകുന്ന ആളുകൾ അവിടെ ചെന്ന് ജിദ്ദയിലെ കുടുംബത്തെ കാണണം, മക്കയിലെ കൂട്ടുകാരോട് സഹവാസം ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള മോഹങ്ങളുമായിട്ട് നമ്മൾ യാത്രയാകരുത്. നമ്മുടെ യാത്രകൾ ഹജ്ജിനു വേണ്ടിയുള്ള യാത്ര ഹജ്ജ് തന്നെയാകണം. അതിനിടയിൽ നടക്കുന്നതൊക്കെ നടന്നോട്ടെ, പക്ഷെ ഖൽബ് ഹറമിലായിരിക്കണം. അവിടെയുള്ള ഓരോ റക്അത്ത് നിസ്കരിക്കുമ്പോഴും ലക്ഷക്കണക്കിന് പ്രതിഫലം എനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നിസ്കരിക്കാൻ കഴിയണം. കാരണം ആ റക്അത്തിന് ശേഷം അടുത്തൊരു റക്അത്ത് ഹറമിൽ നമുക്ക് സുജൂദ് ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ലല്ലോ. അള്ളാഹു നൽകുന്ന ഭാഗ്യമാണ്. ഇന്ന് നമുക്ക് ഹറമിലെത്തിക്കഴിഞ്ഞാൽ, മക്കയിലും മദീനയിലും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾക്ക് ആസ്വാദനം പകരുന്ന ധാരാളം കാഴ്ചകൾ അവിടെ ഉണ്ടാകും. 950-കൾക്ക് മുമ്പുള്ള ഹറമല്ലല്ലോ ഇന്ന്. അന്ന് പോകുന്ന ആളുകൾക്ക് അവിടെയുള്ള ആസ്വാദനങ്ങൾ ഇബാദത്ത് മാത്രമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ആസ്വാദനത്തിൻ്റെ വഴികൾ കൂടുതലാണ്. നല്ല കണ്ണിന് കുളിർമയേകുന്ന നല്ല ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ, വയറിന് ഭോജന സൗകര്യം ഒരുക്കാൻ കഴിയുന്ന നല്ല ഭക്ഷണശാലകൾ, എല്ലാ സൗകര്യങ്ങളുണ്ട്. ഹജ്ജിന് പോയ അന്ന് മുതൽ പിന്നെ നാട്ടിലേക്ക് പോരുമ്പോൾ കൊണ്ടുവരേണ്ട സാധനങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ, വഴിയരികിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അതിനെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ വരാൻ സാധ്യമാകുന്ന അത്രയും ആ പ്രദേശങ്ങളൊക്കെയും നമ്മളെ ദുനിയാവിലേക്ക് മോഹിപ്പിക്കുന്ന ഘടകങ്ങൾ അവിടെയുണ്ട്. ആ ഘടകങ്ങളിൽ നിന്ന് മാറി നമ്മുടെ ഹൃദയത്തെ ഹറമിൽ നിലനിർത്താൻ കഴിയണം. ഹറമിൽ കഅബ ഷരീഫിന്റെ പരിസരത്ത് ദുആക്ക് ഉത്തരം കിട്ടുന്ന എത്ര ഇടങ്ങളുണ്ട്. ഓരോ ദിവസവും ഓരോ ഇടങ്ങളിൽ ചെന്നുകൊണ്ട് ദുആ ചെയ്യണം. ഷുജാഇ മൊയ്ദ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനായ ഒരു സൂഫി ഉണ്ടായിരുന്നു കേരളത്തിൽ. മഹാനവർകൾ കഅബയുടെ കില്ല പിടിച്ച് മീസാബിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ദ്വാരുന്നത്, അല്ലാഹുവേ, നിന്നിലേക്ക് എത്തിക്കുന്ന ഒരു മുർഷിദായ ഒരു വലിയനെ, മുറബ്ബിയായ ഒരു വലിയനെ എനിക്കൊരു മുറബ്ബിയായി നീ കാണിച്ചു നൽകണേ എന്നായിരുന്നു. ആ കഅബ ഷരീഫിന്റെ കില്ല പിടിച്ച് നടത്തിയ ദുആക്ക് നാട്ടിലെത്തി മാസങ്ങൾക്ക് ശേഷം ഉത്തരം കിട്ടിയെന്നാണ് തൻ്റെ ജീവിതത്തിൽ. നമ്മൾ അവിടെ നിന്ന് ചോദിക്കേണ്ടത് ആഖിറമാണ്, ആഖിബത്ത് നന്നാവലാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ധാരാളം ആളുകളുണ്ട്. നാട്ടുകാർക്ക് വേണ്ടി വസൂയത്ത് ചെയ്യുകയാണ്, നാടിന് വേണ്ടി ദുആ ചെയ്യണം. നമുക്കെല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹു നിങ്ങളുടെ യാത്രകൾ എളുപ്പമാക്കി തരട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു മോചനം നൽകട്ടെ. അവിടെ ശാരീരിക അവശതകളുള്ള, ശാരീരിക പ്രയാസങ്ങളുള്ള ആളുകളൊക്കെ ഹജ്ജിന് യാത്ര ഉദ്ദേശിച്ചവരുണ്ട്. അവിടെ എത്തിയാൽ നമ്മുടെ ഹിമ്മത്ത് കൊണ്ട് ആ അസുഖങ്ങൾ അള്ളാഹു തആല ആ ഹിമ്മത്തിന് പ്രതിഫലമായി അസുഖങ്ങൾ ശിഫയാക്കാറുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മുടെ ഹാജിമാരെ എല്ലാം ഉൾപ്പെടുത്തട്ടെ. എല്ലാവരെയും സന്തോഷത്തോടെ യാത്രയാക്കാനും അതിലേറെ സന്തോഷത്തോടെ അവിടെ സ്വീകരിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹജ്ജ് കഴിഞ്ഞ് വന്ന ആളുകളുടെ 40 ദിവസത്തെ ദുആക്ക് ഉത്തരമുണ്ടെന്നാണ് ഇമാമുമാർ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ദുആ സ്വീകരിക്കാൻ, അവരെ നേരിൽ കണ്ടുകൊണ്ട് വീണ്ടും ദുആ ചെയ്യിപ്പിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് എല്ലാ ആളുകൾക്കും, നമ്മുടെ തലമുറകൾക്കും, നമ്മുടെ കുടുംബങ്ങൾക്കും ആ വിശുദ്ധ ഭൂമി
ഭൂമികയിലേക്ക് ഒരിക്കലെങ്കിലും എത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടെ എത്തിയവരെ വീണ്ടും വീണ്ടും ആ പരിശുദ്ധ ഭൂമികയിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. മോഹനമായി മനസ്സിൽ നിലനിൽക്കുന്ന ആളുകൾക്കൊക്കെ അതിനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. പരിശുദ്ധമായ ഹജ്ജിന്റെ ഓരോ ദിവസങ്ങളിലും മനുഷ്യരുടെ ഹാജിമാരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ടത് അള്ളാഹുവിനെ ഓർക്കണം എന്ന ചിന്തകൾ തന്നെയായിരിക്കണം. ദിക്ർ തന്നെയാകണം. തവാഫ് ഇങ്ങനെ ചെയ്യുക എന്നതല്ല, തവാഫിൽ ദിക്റുകൾ ചൊല്ലുക. തവാഫിൽ ദിക്റുകൾ ചൊല്ലുക നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷെ തവാഫിന്റെ ഭക്തിയെ നമ്മുടെ ഖൽബിലേക്ക് കൊണ്ടുവരാൻ ആ ദിക്റുകൾ സഹായിക്കും. നമ്മൾ അറഫയിൽ നിൽക്കുമ്പോൾ ദിക്റുകൾ ചൊല്ലൽ നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷെ അവിടെ നടക്കുന്ന ദിക്റുകൾ, അവിടെ നടക്കുന്ന മജ്ലിസുകൾ നമ്മിലേക്ക് കൂടുതൽ തഖ്വയെ സന്നിവേശിപ്പിക്കാൻ സഹായകമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോകുന്ന ഹാജിമാർക്കെല്ലാം അവിടെ വളരെ സന്തോഷകരമായ രീതിയിൽ എല്ലാ അഅ്മാലുകളും ഭംഗിയായി നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഹാജിമാർക്ക് ഖിദ്മ ചെയ്യാൻ വേണ്ടി അവിടെ എത്രയോ നേരത്തെ സജ്ജമായിട്ടുള്ള നമ്മുടെ നാട്ടിലെയും പുറത്തുള്ള ധാരാളം സഹോദരങ്ങളുണ്ട്. ഖാദിമീങ്ങളായി, സേവകരായി, ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ഹാജിമാർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവർക്ക് ഹിമ്മത്തും ആരോഗ്യവും പ്രദാനം ചെയ്യണേ അല്ലാഹ്. എല്ലാവർക്കും ഹാജിമാർക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകുന്ന, പരിസരത്ത് നിന്ന്, കുടുംബത്തിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന് പോകുന്ന എല്ലാ ഹാജിമാർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറയും നിർവഹിക്കാനും റാഹത്തായി സന്തോഷത്തോടെ അഹ്ലികാരിലേക്ക് മടങ്ങിയെത്താനുമുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. എല്ലാ അഅ്മാലുകളും, എല്ലാ മനാസികകളും അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ അല്ലാഹുവേ അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ലക്ഷക്കണക്കിന് ഹാജിമാരുടെ ദുആകളിൽ സാധുക്കളായി ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും ആ വിശുദ്ധ ഹറമൈനിലെത്താനും മനാസികുകൾ നിർവഹിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം യാ റബ്ബൽ ആലമീൻ, യാ റബ്ബൽ ആലമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.